ഇന്ന് എടുക്കാൻ പോകുന്നത് +2 ബയോളജിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററാണ്. +2 തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് നീറ്റിനും അതുപോലെ അതർ PMT എക്സാംസിനൊക്കെ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ബോർഡ് എക്സാമിനും നന്നായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്ററാണിത്. ജസ്റ്റ് ഒരു ഐഡിയ, ഈ ചാപ്റ്ററിൽ ഒട്ടുമിക്കതും നിങ്ങൾ ചിലപ്പോൾ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ലെറ്റ് us ഗോ ടു ദ ചാപ്റ്റർ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മളുടെ ലൈഫ് സ്പാൻ ആണ്. ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ബർത്ത് ടു ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം. വെറും ഡെത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പീരീഡ് ഓഫ്, ഇവിടെ നിങ്ങൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറയണം. നാച്ചുറൽ ഡെത്ത് എന്ന് പറയണം. ദ പീരീഡ് ഓഫ് ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം ആണ് ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 4 കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ബേർഡ്സ് ഉണ്ട്, കുറേ പ്ലാന്റ്സിൻ്റെ ഒക്കെ ലൈഫ് സ്പാൻസ് കുറച്ചാളുടെ ഇത് കൊടുത്തിട്ടുണ്ട്, കുറച്ചാളുടെ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരേ സൈസുള്ള ആൾക്കാർ സൈസ് ഒരാളുടെ ലൈഫ് സ്പാനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പാരറ്റും ക്രോനെയും നോക്കിക്കേ. ഈ പാരറ്റും ക്രോവും ഏകദേശം സിമിലർ ഇൻ സൈസാണ്. പാരറ്റിനെയും ക്രോനെയും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം, കളറിൽ വ്യത്യാസമുണ്ട്, അല്ലാതെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ദി ആർ സംവാട്ട് സിമിലർ ഇൻ സൈസ്, ബട്ട് ദിയർ ലൈഫ് സ്പാൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈ പാരറ്റിന് 140 ഇയർ വരെ ജീവിക്കാൻ പറ്റും, പക്ഷേ ഒരു ക്രോക്ക് ഏകദേശം 15 ഇയർ മാത്രമേ ഉള്ളൂ. സോ 15 വയസ്സ് വരെയൊക്കെ ക്രോ ഉണ്ടാകും, പക്ഷെ 140 വയസ്സ് വരെയൊക്കെ ആര് ജീവിക്കും? പാരറ്റ് ജീവിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ ആൽമര അറിയില്ലേ, ബാനിയൻ ട്രീ. ബാനിയൻ ട്രീക്ക് ഏകദേശം 150 to 200 ഇയേഴ്സ് ലൈഫ് സ്പാൻ ഉണ്ട്. പക്ഷേ നമ്മളുടെ മാവൊക്കെ അല്ലേ, മുറ്റത്തെ മാവൊക്കെ അത്രയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഏകദേശം ഒരു 50 to 60 ഇയറൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവരുടെ രണ്ടാളുടെയും സൈസ് ഏകദേശം ഒരുപോലെ അല്ലേ? ആണല്ലോ. ഈ വലിയ മരങ്ങൾ, ആൽമരോ അതുപോലെ വലിയ മാവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പഴയ മാവൊക്കെ. അതൊക്കെ പക്ഷേ ഡിഫറെൻറ്റ് ലൈഫ് സ്പാൻ ആണ്, പക്ഷേ സിമിലർ ഇൻ സൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരിക്കലും സൈസ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല, അവരുടെ ലൈഫ് സ്പാനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പം ഈ ഒരു ടേബിൾ ഉണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറിനെ വെച്ചിട്ട് ഞാനൊരു ഇത് പറയാണ്. ചില ടീച്ചേഴ്സ് ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല പറയാം, കാരണം ഓരോരോ ടീച്ചേഴ്സിൻ്റെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടായിരിക്കും അധികവും ഈ ഒരു കണക്ക്. കാരണം നമുക്കൊന്നും അറിയില്ല എല്ലാവരുടെയും ലൈഫ് സ്പാൻ എങ്ങനെയാണെന്നൊക്കെ. ഏകദേശം ഒരു എലഫൻ്റ് ഒരു 60 to 90 ഇയേഴ്സ് വരെ ജീവിക്കുമെന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഒരു ക്രോ നമുക്കറിയാം 15 ഇയേഴ്സ് ജീവിക്കും. പാരറ്റ് 140 ഇയേഴ്സ്. ക്യാറ്റ് ഒരു 35 to 40 ഇയേഴ്സ് ഒക്കെ ജീവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാറ്റ് ടെക്സ്റ്റ് ബുക്കിലില്ല. ഡോഗ് ഏകദേശം 20 to 30 ഇയേഴ്സ് ഒക്കെ ജീവിക്കും. അതുപോലെ നമ്മളുടെ കൗ ഇല്ലേ, കൗ ഉണ്ട്, 20 to 25 ഇയേഴ്സ് ജീവിക്കും. അതുപോലെ ഹോസ് ഏകദേശം 60 ഇയേഴ്സ് ജീവിക്കും. ലൈക്ക് ആ ക്രോക്കഡൈലിനെ പോലെ 60 ഇയേഴ്സ് ഒക്കെ ജീവിക്കും. പിന്നെ നമ്മുടെ ക്രോക്കഡൈൽ ഞാൻ പറഞ്ഞത് 60 ഇയേഴ്സ് ജീവിക്കും. ബട്ടർഫ്ലൈ 1 to 2 വീക്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. കാരണം ബട്ടർഫ്ലൈ ഒരു നിശ്ചിത വീക്ക് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആവുകയല്ല ചെയ്യുക. ബട്ടർഫ്ലൈക്ക് അധിക കാലാവധി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട് ഫ്ലൈ, നമ്മളുടെ ഈ ചില ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ഒറിജിനൽ നെയിം, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മുകളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ ഇൻസെക്റ്റ് വന്നിട്ട് വരാറില്ല, അതാണ് ഫ്രൂട്ട് ഫ്ലൈ. അതിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം 30 days ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കൂടുതലും എക്സ്പെരിമെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു ഇൻസെക്ട്സിനെ, ഫ്രൂട്ട് ഫ്ലൈന്. കാരണം ലൈഫ് സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പുതിയ ആളുണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടും അതിനൊക്കെ എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളുടെ റൈസ്, നെല്ല് ഏകദേശം 3 to 4 months ഒക്കെയാണ് ഉണ്ടാവാറ്. ബനിയൻ ട്രീ പറഞ്ഞതുപോലെ 150 to 200 ഇയേഴ്സ് ഒരു ബനിയൻ ട്രീയുടെ ലൈഫ് സ്പാൻ ഉണ്ട്. അതുപോലെ
റോസ് ഏകദേശം 5 to 7 years ആണ്. ബനാന ഒരു 25 year ഒക്കെ ജീവിക്കും. പിന്നെ നമ്മളുടെ ടോട്ടോയ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. ടോട്ടോയ്സ് എത്രയാണ്? 100 to 150 years ആണ് ഒരു ടോട്ടോയ്സിൻ്റെ ലൈഫ് സ്പാൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്തത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺ സിമിലാർ ടു ഇറ്റ് സെൽഫ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ഗിവ് റൈസ് ടു ഇറ്റ്സ് യങ് വൺ, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് വിച്ച് ഇസ് സിമിലാർ ടു ഇറ്റ് സെൽഫ്, അത് ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. റീപ്രൊഡക്ഷൻ ഇനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. കുറേ വർഷം കഴിഞ്ഞാലും ആ സ്പീഷീസിൻ്റെ ജനറേഷനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്ത്? റീപ്രൊഡക്ഷൻ. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ന്യൂ ഓർഗാനിസംസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ദ ഫോർമേഷൻ ഓർ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സ് ഉണ്ടാക്കാതെയോ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കാതെയോ ആണ് എന്തുണ്ടാകുന്നത്? അസെക്ഷൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഗാനിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ ഒരു സിംഗിൾ പാരൻ്റാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഓൺലി സിംഗിൾ parent is involved. Okay, next, the genes and the genetic content are received by offspring from one parent. ഒരു പാരന്റിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ജീൻസും ജനറ്റിക് കണ്ടൻറ്റും ഒക്കെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ പാരൻ്റ് ആണ്, അതുപോലെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പാരന്റിൽ നിന്നാണ് ജീനും ജനറ്റിക് കണ്ടൻറ്റൊക്കെ കിട്ടുന്നത്. ഓൺലി മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ, ഇവിടെ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ഓഫ് സ്പ്രിങ്സ് ആർ ടേംഡ് ആസ് ക്ലോൺസ്. ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ക്ലോൺസിനാണ് ജനറ്റിക്കലിയും മോർഫോളജിക്കലിയും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്ലോണിലുള്ള ഒരു മെമ്പറിനെ ഞാൻ ഒരു സെക്കൻഡ്, ക്ലോണിലുള്ള ഒരു മെമ്പറിനെ പറയുന്ന പേരാണ് എന്തെന്നോ? റാമേറ്റ്സ്. ക്ലോണിലുള്ള ഒരു മെമ്പറിനെ പറയുന്ന പേരാണ് റാമേറ്റ്സ്. മോസ്റ്റ് കോമൺ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണുന്നത് ആരെയിലാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള പ്ലാന്റ്സിലും അതുപോലെ സെർട്ടൈൻ ആനിമൽസ് ദാറ്റ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. യൂണിസെല്ലുലാർ ആനിമൽസിലും അതുപോലെ തന്നെ ചില സിമ്പിൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ആനിമൽസിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പറയുന്നത് ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് ആണ്. ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫിഗർ അമീബ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫിഗറാണ്. അമീബയിൽ ബൈനറി ഫിഷൻ, അമീബ 2ആയിട്ട് ഇതാവുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം ചില എക്സാംസിൽ ഫിഗർ തന്നിട്ട് ഇത് ഏതാ ഓർഗാനിസം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള അടുത്ത കുറച്ച് ഫിഗേഴ്സാണ്. ആദ്യത്തേത് എന്താണ്? സൂസ്പോർ ഇൻ ക്ലാമിഡോമോണാസ്, സൂസ്പോർ ഇൻ ക്ലാമിഡോമോണാസ്. പിന്നെ ഈ കാണുന്നത് കൊണീഡിയ ഇൻ പെനിസിലിയം. പിന്നെ ഇവിടെ ബഡ് ഉണ്ടോ? ബഡൻ ഹൈഡ്ര. പിന്നെ ഇത് ജമ്യൂലിൻ സ്പോഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയാം. ബൈനറി ഫിഷൻ കാണിക്കുന്നത് ആരാണ്? അമീബ, പാരമീസിയം ഒക്കെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒരു കോളമായിട്ട് എഴുതിയാണ്. ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര, സൂസ്പോർ ക്ലാമിഡോമോണാസ്, ജമ്യൂലിൻ സ്പോഞ്ച്. സ്പോറുലേഷൻ കാണിക്കുന്നത് അമീബയാണ്, അതുപോലെ ഫ്രാഗ്മെൻറ്റേഷനും അമീബ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹയർ പ്ലാന്റ്സിൽ അല്ല, ലോവർ പ്ലാന്റ്സിൽ തന്നെ പ്ലാന്റ്സിൽ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നല്ല പറയുക. പ്ലാന്റ്സിൽ നമ്മൾ ആ ടേമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഹയർ പ്ലാന്റ്സിലൊക്കെയാണ് കാണുക, എന്നാലും നമ്മൾ അവിടെ പറയാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ദ വെജിറ്റേറ്റീവ് പാർട്സ്, അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയാറുണ്ട് കേട്ടോ. വെജിറ്റേറ്റീവ് പാർട്സിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഓഫ് പ്ലാന്റ്സ് വിൽ പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ഇറ്റ്.
ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ നിന്നിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെൻ vegetative propagules come in contact with moist soil, buds or knots will sprout to produce new plants. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് മോയ്സ്റ്റ് സോയിലായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമേ അവർ പുതിയ ഓർഗാനിസം ഉണ്ടാക്കാറുള്ളൂ. ചില എക്സാമ്പിൾസ് ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എക്സാമ്പിളാണ് സ്റ്റെം ട്യൂബർ പൊട്ടറ്റോ, സ്റ്റെം ട്യൂബർ പൊട്ടറ്റോ, rhizome, banana and ginger, comb, amorphophallus, bulbs, onion, runner, strawberry and oxalis, sucker, chrysanthemum, offset, pistia and water hyacinth. ഈ വാട്ടർ ഹയാസിന്തിന് പറയുന്ന വേറൊരു പേരാണ് ഐക്കോർണിയ. ഐക്കോണിയ, നിങ്ങൾ ഈ ഐക്കോണിയൻ്റെ പേര് നിങ്ങൾ കുറേ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇതാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ആദ്യത്തെ ആദ്യം പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ ഏതൊക്കെയോ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ഏകദേശം ലാസ്റ്റ് ചാപ്റ്റർ വരെ പഠിക്കാനുണ്ട്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ബൾബിൽ അഗെയിൻ, ലീവ്സ്, ബ്രയോഫിലം. ഇതൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏത് ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ മോർഫോളജി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സിൽ നിങ്ങൾ സ്റ്റമ്മിൻ്റെ ഇത് പഠിച്ചിട്ടില്ലേ, സ്റ്റം മോഡിഫിക്കേഷനും അതുപോലെ ചില റൂട്ട് മോഡിഫിക്കേഷനിലൊക്കെ ഇതുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫിഗറാണ്. ആദ്യത്തേത് ഏതാണ്? ബഡ് ആരാ കാണിക്കുക? ബഡ്സ്, സോറി ഇത് ഐ ആണ്. ഐ ആരാണ്? ഐ പൊട്ടറ്റോ ആണ്. പിന്നെ റൈസോം കാണിക്കുന്ന രണ്ടാളുണ്ട്, ജിഞ്ചറും അതുപോലെ ബനാനയും. ഇത് ബൾബിൽ അഗെയിൻ. ഈ ഫിഗർ നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ബൾബിൽ അഗെയിൻ. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും നീട്ട് MCQ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ഫിഗർ തരാറുണ്ട്. ഇത് ബൾബിൽ അഗെയിൻ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്രയോഫിലം, നോട്ട്സ് ഇൻ ബ്രയോഫിലം. അടുത്തത് ഐക്കോർണിയ. ഇതാണ് കേട്ടോ ഐക്കോർണിയ എന്ന് പറയുന്നത്. വാട്ടർ ഹയാസിന്ത് ഇവരുടേത് ഓഫ്സെറ്റ് ആണ്, ഓഫ്സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ട്. രണ്ട് ഗ്യാമേറ്റ്സ്, സിംഗിൾ പാരൻ്റ് അല്ല, ഇവിടെ രണ്ട് പാരൻസും ഇൻവോൾവ് ആണ്. അവരുടെ ജനറ്റിക് ക്യാരക്ടേഴ്സ് അതൊക്കെ രണ്ട് പാരൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ 3 ഫേസസ് ഉണ്ട്: ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെന്റ് ഫേസ് ഓർ ഓൾഡ് ഏജ് ഫേസ്. ഇപ്പം ഏതൊക്കെയാണ് 3 ഫേസ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെന്റ് ഫേസ്. അപ്പം എന്താണ് വെജിറ്റേറ്റീവ് ഫേസ്? അതാകെ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് ഗ്രോത്ത് അപ് ടു മെച്യൂരിറ്റി. മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള നമ്മളുടെ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് അടുത്തത്. മെച്യൂർ ഓർഗാനിസം സ്റ്റാർട്ട് റീപ്രൊഡ്യൂസിങ് ഡ്യൂറിങ് ദിസ് ഫേസ്. മെച്യൂർ ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഫേസ് ഇസ് എക്സിബിറ്റഡ് ത്രൂ ഫ്ലവറിങ് ഇൻ മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിലൊക്കെ അവർ ഫ്ലവർ ചെയ്തിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അവർ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തി എന്ന് കാണിക്കുന്നതിന് ഇതാണ്. ഫ്ലവറിങ് മേ ബി സീസണൽ ഓർ കണ്ടിന്യൂസ്. അതായത് ചില ഫ്ലവേഴ്സ് എല്ലാ സമയത്തൊന്നും ഫ്ലവർ ചെയ്യില്ല. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, സ്ട്രോബിലാന്തസ് കുന്തിയാനി. ഈ സയൻറ്റിഫിക് നെയിം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളി, കാരണം നിർബന്ധമാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാനി. നീലക്കുറിഞ്ഞി എന്ന് കേട്ടിട്ടില്ലേ? ഫ്ലവർ ഓൺലി വൺസ് ഇൻ 12 ഇയർ. 12 വർഷം കൂടുമ്പോൾ മാത്രമേ നീലക്കുറിഞ്ഞി ഫ്ലവർ ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ഫ്ലവേഴ്സ് ഇൻ എങ്ങനെയാണ്? സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായിരിക്കും കൂടുതലും ഫ്ലവർ ചെയ്യുക. കഴിഞ്ഞ 2018 ഫ്ലവർ ചെയ്തിരുന്നു, അതിൻ്റെ മുന്നേ 2006 ആൻഡ് അത് എവിടെയാണെന്ന് വെച്ചാൽ കേരള, കർണാടക, തമിഴ്നാട് ബോർഡറിലാണ് ഈ നീലക്കുറിഞ്ഞി, സ്ട്രോബിലാന്തസ് കുന്തിയാന കൂടുതലും ഫ്ലവർ അവിടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ അവിടെ നന്നായിട്ട് അട്രാക്റ്റ് വരാറുണ്ട്. അതുമല്ല ആ ഒരു ഹിൽസ് ഒരു ബ്ലൂ കളർ ഹിൽസായിട്ട് മാറാറുണ്ട്, ആ ഒരു ഹിൽസ് ഒന്നായിട്ടും. അത് ഈ നീലക്കുറിഞ്ഞി ഈ ഒരു എന്താ പറയുക 12 ഇയർ 12 വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞി പൂക്കാറുള്ളൂ. അതുപോലെ തന്നെ
ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരാളാണ് ബാംബു. ബാംബു എക്സിബിറ്റ് അൺയൂഷ്വൽ ഫ്ലവറിങ് പാറ്റേൺ. അപ്പോൾ രണ്ടാൾ നമ്മളുടെ നീലക്കുറിഞ്ഞിയും അതുപോലെ ബാംബുവും ജീവിതത്തിൽ, ബാംബു പക്ഷെ വളരെ എക്സെപ്ഷനാണ്, കാരണം ബാംബു ജീവിതത്തിൽ ഒരിക്കലേ ഫ്ലവർ ചെയ്യും. പക്ഷെ നീലക്കുറിഞ്ഞി അങ്ങനെയല്ല, 12 വർഷം കൂടുമ്പോൾ ഫ്ലവർ ചെയ്യും. സോ അൺയൂഷ്വൽ ഫ്ലവറിങ് പാറ്റേൺ കാണിക്കുന്ന രണ്ടാൾക്കാർ നീലക്കുറിഞ്ഞിയും അതുപോലെ ബാംബു. ബാംബു പറഞ്ഞ പോലെ വൺസ് ഇൻ ദിയർ ലൈഫ് സ്പാൻ ആണ്, ഏകദേശം 50 to 100 years, 50 to 100 വർഷം വരെ കഴിയുമ്പോഴാണ് അവർ ഫ്ലവർ ചെയ്യുക. അത് തന്നെ എങ്ങനെയാണ്, കുറേ ലാർജ് നമ്പർ ഓഫ് ഫ്ലവർ ഉണ്ടാകും, എന്നിട്ട് അവർ ഡൈ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ബാംബു ഫ്ലവർ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ മരം, ആ ബാംബു അടുത്ത് തന്നെ എന്തായിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാകും. മരിക്കാൻ മീൻസ് എല്ലാവരും ഈ എന്താ പറയുക, ആരും ഇമ്മോർട്ടൽ അല്ല. ഓൺലി യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വെരി ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയുണ്ട്. നോ ഇൻഡിവിജ്വൽസ് ആർ ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എല്ലാ ഓർഗാനിസവും മരിക്കുന്നുണ്ട്. ഇനി ചില ഫീമെയിൽസ് ഓഫ് പ്ലാസന്റൽ മാമൽസ് എക്സിബിറ്റ് സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓവറീസ് ആൻഡ് ആക്സസറി ഡക്ട്സ് ആസ് വെൽ ആസ് ഹോർമോൺസ് ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് ഫേസ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ചില ആനിമൽസ് അല്ലെങ്കിൽ മാമൽസ്, പ്ലാസന്റൽ മാമൽസ് ഒക്കെ കേട്ടിട്ടില്ലേ, പ്ലാസൻ്റെ ഉണ്ടാകും. അങ്ങനത്തെ മാമൽസിന് ചില സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കാറുണ്ട്. എങ്ങനെ, അവരുടെ ഓവറിയുടെ ആക്ടിവിറ്റിയും അതുപോലെ ഹോർമോൺസിൻ്റെ ഒക്കെ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കൊണ്ട്. അങ്ങനെ നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, നമ്മളുടെ കൗ, ഷീപ്പ്, റാറ്റ്, ഡീസ്, ഡോഗ്സ്, ടൈഗർ, അങ്ങനെയുള്ള ഓരോരോ ആനിമൽസ്. അങ്ങനത്തെ ആനിമൽസൊക്കെ എന്ത് സൈക്കിളാണ് കാണിക്കുക, ഈസ്ട്രസ് സൈക്കിളാണ് കാണിക്കുക. അങ്ങനെ അവരുടെ സൈക്കിളിൻ്റെ പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നും. പ്രൈമേറ്റ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോളി. മങ്കി, ഏപ്പ്, അതുപോലെ തന്നെ ഹ്യൂമൻസും. ഈ 3 പേരും മാത്രമേ ഈ പ്രൈമേറ്റ്സ്, ഇവരാണ് നമ്മൾ പ്രൈമേറ്റ്സ് അറിയാം. ഇവർ കാണിക്കുന്ന സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. സോ നോൺ പ്രൈമേറ്റ്സ് കാണിക്കുന്ന സൈക്കിളിൻ്റെ പേര് ഈസ്ട്രസ് സൈക്കിളും പ്രൈമേറ്റ്സ് കാണിക്കുന്ന സൈക്കിളിൻ്റെ പേര് മെൻസ്ട്രൽ സൈക്കിളും ആയിരിക്കും. Mammals living in natural wild conditions exhibit such cyclical changes only during favorable seasons in their reproductive phases and are called seasonal breeders. ചില ആൾക്കാർ ചില സീസണിൽ മാത്രമേ ഇങ്ങനത്തെ ഫേസ് കാണിക്കാറുള്ളൂ, ഈ സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കെ കാണിക്കാറുള്ളൂ. അവരെ നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് എന്നാണ് പറയുക. Many other mammals are reproductively active throughout their reproductive phase. ചില ആളുകൾ അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ മൊത്തം അവർ ആക്റ്റീവായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണെന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് ഒരു കണ്ടിന്യൂസ് ബ്രീഡേഴ്സാണ്. ഹ്യൂമൻസ് ഒരിക്കലും സീസണൽ ബ്രീഡേഴ്സ് അല്ല. ഒരു സീസണിൽ മാത്രമേ ഹ്യൂമൻസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയല്ലല്ലോ. സോ ഹ്യൂമൻസും ഒട്ടുമിക്ക ആനിമൽസും ഒക്കെ എന്താണ്, മാമൽസൊക്കെ എങ്ങനെയാണ്, സീസണൽ അല്ല, ദേ ആർ കണ്ടിന്യൂസ്. പിന്നെ നമ്മളുടെ ബേർഡ്സ് എങ്ങനെയാണ്, ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒന്നൊക്കെ മനസ്സിലായ കോഴിയൊക്കെ ആയിരിക്കും. കോഴി എക്സെപ്ഷൻ വെക്കി, കോഴിയല്ലാത്ത ബാക്കി ഒട്ടുമിക്ക ബേർഡ്സും എങ്ങനെയാണ്, സീസണലാണ്. പക്ഷേ ലൈക്ക് ബേർഡ്സ് ഇൻ ക്യാപിറ്റിവിറ്റി, നമ്മളുടെ കോഴി, ഹെൻ, ഡക്ക്, താറാവ്, അങ്ങനത്തെ മനുഷ്യന്മാർ നമുക്ക് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യേണ്ട ആനിമൽസ്, ബേർഡ്സ് ഒക്കെ അല്ലേ, അവർ ലേ എഗ് ത്രൂ ഔട്ട് ദിയർ ലൈഫ് സ്പാൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ ഇയർ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഫോർ ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻസിൻ്റെ ആവശ്യം കൊണ്ട് അവർക്കൊണ്ട് നിർബന്ധിച്ച് കോഴി അല്ലെങ്കിൽ എഗ്ഗ് ഇടുകയാണ്. ഓക്കെ, ലേ എഗ്. അടുത്തത് സെനസൻ ഫേസ് ആണ്. സെനസൻ ഫേസ് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ നമ്മളുടെ ദ പ്രോഗ്രസീവ് ഡിക്ടോറിയേഷൻ ഇൻ ദ ബോഡി ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യും, നമ്മളുടെ ഹോർമോൺസൊക്കെ കുറയും. അപ്പോൾ ഇത്രയും കാലം നമ്മൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ആക്ടിവിറ്റീസൊക്കെ കുറയും. അങ്ങനെ നമ്മൾ അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയൊക്കെയാണ് സെനസൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത്രയല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ഈവൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് 3 ഉണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. സോ ലെറ്റ് us സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക. പിന്നെ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ഒട്ടുമിക്കാർക്കും ഭയങ്കര മടി വരും, കാരണം ലെങ്തി തോന്നുന്നൊരു സെക്ഷനാണ്. പക്ഷേ ഡോണ്ട് വെരി ഈസിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.